ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ നാട്ടിലൊരു കുഞ്ഞു വ്ളോഗാട്ടോ. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, വെയിറ്റിംഗ് ഫോർ മഴ വ്ളോഗ്, നാട്ടിലെ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കരമായ മഴയാണ്. ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള മഴയാണ്. മുറ്റമൊക്കെ ഇങ്ങനെ വഴുതി പോകുന്നുണ്ട്. അപ്പോൾ ഹലോ ഡിയേഴ്സ്, ഇതാണ് എൻ്റെ നാട്. ഞാൻ വഴുതി വീഴുമോ എന്നറിയില്ല. നോക്കി അത്രയ്ക്കും മഴ പെയ്തിട്ട് ഇവിടെയെല്ലാം ഫുൾ വഴുതുന്ന്. നമ്മുടെ നാട് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമമാണ് കേട്ടോ. ഇങ്ങനെ വലിയ സ്ഥലമൊന്നുമല്ല, കുഞ്ഞു സ്ഥലമാണ്. ഈ കുഞ്ഞു സ്ഥലത്ത് ഞാനിപ്പോൾ വീഴുമോ എന്നറിയില്ല. ഭയങ്കര വഴുക്കൽ. ഞാനിപ്പോൾ ഒരു ആവശ്യത്തിന് ഞാൻ ആക്ച്വലി ഇന്ന് രാവിലെ തൊട്ട് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ മറന്നുപോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാനൊരു ആവശ്യത്തിന് രാവിലെ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായി. മോൾക്ക് ജലദോഷം വന്നു വിടുമെന്ന്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കണം എന്നെല്ലാം വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പം എനിക്ക് ഒന്ന് ബാങ്ക് പോകണം. അപ്പോൾ കുഞ്ഞിനെ ഞാൻ വന്ന് ഉറക്കി അമ്മേൻ്റെ ഫുഡൊക്കെ കൊടുത്ത് അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ട് ഇപ്പം ഞാനിതാ ബാങ്കിലോട്ട് പോവാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. വണ്ടിയിൽ പോവാം, എന്നാലും നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മൾ പുറത്തേക്ക് നടന്നു പോയിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അച്ഛൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇറങ്ങി. ഇവിടെയെല്ലാം ഭയങ്കര നൊസ്റ്റാൾജിയ, നൊസ്റ്റ് സ്ഥലമാണ് നമ്മളിവിടെ കളിച്ച് വളർന്ന്. പണ്ടെല്ലാം ഇവിടെ നിന്നെല്ലാം നമ്മൾ മീനിനെല്ലാം പിടിക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഇതൊക്കെ ഫുൾ ചളി വെള്ളമായി ഇവിടെയെല്ലാം. പിന്നെ ആ റോട്ടിൽ നിന്നൊക്കെ ഒഴിച്ച് വരുന്ന വെള്ളമെല്ലാം ആയതുകൊണ്ട് കാല് നനക്കാൻ പോലും പറ്റില്ല. ഞാൻ മെല്ലെ നടക്കുവാണ്. നമ്മളെ വീട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലിൻ കീഴിൽ എന്ന് പറയും. അതെ, ഏട്ടൻ എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ ചിരി വരുന്നത്, കാരണം ഏട്ടൻ എപ്പോഴും എന്നെ കളിയാക്കും സ്ഥലപ്പേര് പറഞ്ഞിട്ട്. അതിൻ്റെ ആ ഒരു പേര് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞാലുണ്ടായിരുന്നു ഇവിടെ, അതിൻ്റെ കീഴിലുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ് ആ ഒരു പേര് വന്നത്. പക്ഷെ ഇപ്പം ആ ഒരു ആല് വലുതായി, വലിയ ആലായിട്ടാടാ. അപ്പോൾ ചളി വെള്ളത്തിൽ കൂടെ വേറെ രക്ഷയില്ല. ഇവിടെയെല്ലാം വെള്ളം നിറഞ്ഞു ഒഴുകി നിറഞ്ഞു. അപ്പം പറഞ്ഞു വന്നത് കുഞ്ഞാലിൻ കീഴിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഏട്ടൻ്റെ വീട് ഇടുന്ന ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. 15 മിനിറ്റ് ഒന്നും ഇല്ല, അടുത്ത് തന്നെയാണ്. ശരിക്കും നടന്നൊക്കെ പോവാം. അങ്ങനെ ഓക്കെ. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഓണത്തിൻ്റെ സമയത്തെല്ലാം ഫുള്ള് നമ്മൾ ചളിയിൽ, ആ സമയത്ത് മഴ ഉണ്ടാവുമല്ലോ, പൂ പറിക്കാനൊക്കെ പോകുമ്പോൾ അതൊക്കെ ഓർമ്മ വരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ എല്ലാം പറിച്ചുകൊണ്ട് നിന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് കുറേ പൂക്കളും മറ്റേ നമ്മളെ തുമ്പ, അരിപ്പൂ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. പിന്നെ ഒരു മഞ്ഞപ്പൂണ്ട്, കമ്മൽപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അതെല്ലാം ഈ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ടുണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പം അതൊന്നും കാണുന്നില്ല. നടക്കുമ്പോഴൊക്കെ കതക്കുന്നു. കുറേ കാലം ഇങ്ങനെ നടന്നിട്ടില്ല, എല്ലായിടത്തും പോയിട്ട് കിതക്കുന്നതുകൊണ്ട്. നോക്കിയാൽ വെള്ളം കയറി വയലും റോഡും എല്ലാം ഒരേപോലെ ആയി. അപ്പോൾ ഇപ്പോൾ സമയം അത്രേ ആയിട്ടുള്ളൂ കേട്ടോ. 2:45 ഉള്ളൂ. അപ്പം തന്നെ നല്ല ഇരുട്ടായി. രാവിലെ ഞാനിവിടെ വന്നിട്ട് ആക്ച്വലി കണ്ടിട്ടില്ല, മീൻസ് ഈ ഒരു തെളിഞ്ഞ മേഘം ആകാശം ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും മഴയാണ്. ഇതിന് പറയണ്ട, മഴ തന്നെയല്ല നിൽക്കാണ്ട് പെയ്യുന്നത്. ഓഹോ അയ്യോ, ചളി പുളിയായി. ഞാനിപ്പം നടന്നു വരുമ്പോൾ നമ്മളൊരു അയൽവാസി ചേച്ചിനെ കണ്ടു. ചേച്ചി കുറേ വളയുണ്ടായില്ലേ. നമ്മളെ വീട് ശരിക്കും റെയിലിൻ്റെ അടുത്താണ് കേട്ടോ. ഇത് നോക്കിയ വെള്ളം ഞാൻ കുളിക്കൂപ്പം. ഈ റെയിൽ മന്നെല്ലാം വരുന്ന വെള്ളമായിരിക്കും ഇത്. പിന്നെ അപ്പുറത്തെ വഴി കൂടെ പോവാം നമുക്ക്, പക്ഷേ അതിൽ കുറേ വളയണം. നടന്നാലും എത്തൂല. ഇതിപ്പോൾ നമ്മളെ വീട് റെയിലിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ റെയിലിൻ്റെ മേലെ നടന്നാൽ ടൗണിലേക്ക് എത്തി. ദൈവമേ, എൻ്റെ പാൻ്റെല്ലാം നനഞ്ഞു. ഓക്കെ, ഫുൾ വെള്ളം. എല്ലാം അപ്പി വെള്ളമൊക്കെ ആയിരിക്കും, എന്നാലും വെള്ളത്തിൽ നടക്കുമ്പോൾ ഒരു സുഖം, രസമാണ്. ഒരാളൊക്കെ ഉണ്ടാവണം. എൻ്റെ ഫ്രണ്ട് തസ്നി ഉണ്ട് കേട്ടോ. അവളിപ്പോൾ ഇവിടെ ഇല്ല, അവൾ ദുബായിലുള്ളത്. അവളെ ഞാനെപ്പോൾ ഓർക്കും. ഞാനും ഓളാന്ന് എപ്പോഴും കല്യാണത്തിന് മുന്നേ എല്ലാം, കല്യാണം കഴിഞ്ഞതിന് ശേഷം ആരെപ്പോഴും അങ്ങനെ പുറത്തേക്കൊന്നും പോയില്ല. പിന്നെ ഏട്ടനുണ്ടല്ലോ ആ സമയത്ത്. പിന്നെ ഞാൻ അധികം നാട്ടിലുണ്ടായിട്ടില്ല, പിന്നെ അങ്ങോട്ടേക്ക് പോയല്ലോ. അപ്പം
അതിനു മുന്നാലും ഞാനും തച്ചുവും കൂടെ തച്ചു എന്നാണ് വിളിക്കൽ. ഞാൻ തച്ചുവിനെ ഇപ്പോൾ ഓർക്കുന്നു. എൻ്റെ തീവന്ന് ഞാൻ വെള്ളത്തിലിപ്പോൾ മുങ്ങും. അപ്പം ആ ചേച്ചി പറഞ്ഞ പോലെ ഒന്ന് റോഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. നിറച്ചും വെള്ളം. തച്ചും ഞാനും കൂടി ഇപ്പോഴും ഇതിൽ കൂടെ ഇങ്ങനെ ട്യൂഷനും സ്കൂളിലും എല്ലാം പോകുന്ന എൻ്റെ കാര്യം നോക്കി ഇത്ര വെള്ളം കയറി. പിന്നെ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്തെ +2 വരെ നാട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ ഈ മഴയത്ത് ഇങ്ങനെ വെള്ളം കയറുമ്പോൾ മീനെ പിടിക്കാൻ വരും. ഇത് ആ സമയത്ത് നമ്മളങ്ങനെ കോൺഷ്യസ് ഒന്നും അല്ലല്ലോ, നല്ല വെള്ളമൊന്നും നോക്കില്ലല്ലോ. എവിടെയാണ് വെള്ളമില്ല ആടെ വന്ന് മീനെ പിടിക്കും. അത് എന്ത് അപ്പി വെള്ളമാണെങ്കിലും വരും നമ്മൾ. അയ്യോ, ഇതിപ്പോൾ ആ റെയിലിൻ്റെ ഇപ്പുറ സൈഡിലൊരു ചെറിയ ഓടയുണ്ട്. ഓടാന്ന് പറഞ്ഞാൽ അങ്ങനെ വേസ്റ്റ് ഓടയല്ല, അതിൽ കൂടി ഇങ്ങോട്ടേക്ക് വെള്ളം ഒഴുകി വരികയാണ്. പിന്നെ ഒഴുകുന്ന ജലത്തിൽ മലിനമില്ല എന്നല്ല വിചാരിച്ച് നമുക്ക് പോവാം. ഈശ്വരാ, എൻ്റെ ഒരു അവസ്ഥ. അപ്പത്തെ പോയാൽ മതിയായിരുന്നു, പക്ഷെ അപ്പത്തെ കുറേ നടക്കണം. ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു സമയമാവും. ഇതുണ്ടോ, ഇങ്ങനെയാണ് അവസ്ഥ. എൻ്റെ ചെരുപ്പ് പൊട്ടുമുണ്ടോ, നല്ല ശക്തിയിൽ പോകുന്നുണ്ട്. ഓ, എൻ്റെ അമ്മ എനക്ക് കിടക്കുന്നു. വേണ്ട, റെയിലെത്തി. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടന്നാൽ ഈ റെയിലെത്തും. നമുക്ക് ഈ റെയിലിൻ്റെ മേലെ കൂടെ തന്നെ നടക്കാം. കാരണം അപ്പുറത്ത് കൂടെ നടന്നാലേ ഫുള്ള് കാടാണ് നാടെല്ലാം. പിന്നെ ചളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മണ്ണായ കാരണം ഭയങ്കര മതി. ഇവിടെ ഇപ്പം വന്നതൊക്കെ വെള്ളം റോട്ടിൽ കൂടെ ആയ കാരണം നമുക്ക് ചളി അങ്ങനെ പറ്റില്ല. പക്ഷെ ഇപ്പം ഇതിൽ കൂടെ നടന്നാൽ ഫുൾ ചളി പറ്റും. റെയിൽ കൂടെ നടക്കുന്നത് ശരിക്കും റിസ്ക്കാണ്. പക്ഷെ നമ്മളെല്ലാവരും ഇവിടെ അടുത്തുള്ളവരെല്ലാം ഈ വഴി അറിയാവുന്നവരെല്ലാം ഇതിൽ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പുറം ഇപ്പുറമൊന്നും ഇവർ ഈ മുനിസിപ്പാലിറ്റിക്കാരൊന്നും കാണുന്നില്ല എന്തോ. ഫുൾ കാടാണ്. എപ്പോൾ കാണുമ്പോൾ പണ്ട് തൊട്ടേ കാടാണ് 2 സൈഡിലും. ഇപ്പോഴും കാടാണ്. അവർ വൃത്തിയാക്കുമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ നടന്ന് ഒരു കുറച്ച് മുന്നിലോട്ട് നടന്നാൽ തന്നെ റെയിൽവേ സ്റ്റേഷനായി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഗ്രാമം ഒരു കുഞ്ഞു ഗ്രാമമായതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലെത്താം, ബസ് സ്റ്റാൻഡിലെത്താം, എല്ലായിടത്തും എത്താം. ഇങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ. കുഞ്ഞു സംഭവങ്ങളേ ഉള്ളൂ. പക്ഷെ എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ ഈ റെയിലിൽ നിന്ന് ഇപ്പം നടക്കുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷൻ കാണാം. അപ്പോൾ നമ്മൾ പണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ കാസർഗോഡ് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ ചില സമയത്ത് അച്ഛൻ കൊണ്ടാക്കും, ചില സമയത്തെല്ലാം മിക്ക സമയവും ഞാൻ നടന്നിട്ട് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഏട്ടൻ്റെ വീട്ടിൽ നിന്നും നടക്കാനുള്ള ദൂരമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഈ റെയിലിൻ്റെ മേലെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേഷനെത്തി. അപ്പം ഞങ്ങൾക്ക് സ്റ്റേഷൻ്റെ അവിടെ വരെ പോകണ്ട. പകുതിക്കുന്ന് ലെഫ്റ്റിലേക്ക് തെറ്റിക്കഴിഞ്ഞാലും റൈറ്റിലേക്ക് തെറ്റിക്കഴിഞ്ഞാലും കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു കുഞ്ഞു ടൗൺ എത്തും. അപ്പോൾ ഞാനിപ്പം പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പേപ്പേഴ്സിൻ്റെ ഒക്കെ പ്രിൻ്റ് എടുക്കാനുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കുഞ്ഞിനും കൊണ്ട് എന്തായാലും മഴയത്ത് വരലും നടക്കില്ല. കുഞ്ഞിന് ഒന്നാമത് ജലദോഷമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് തന്നെ അമ്മേൻ്റെ അടുത്ത് ആക്കിയാൽ പിന്നെ വേറെ തലവേദന ഇല്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ ഇറങ്ങി. അപ്പോൾ ഇതാ നേരെ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങണം. എനിക്ക് ഇതിൽ ഇറങ്ങാനോ അറിയില്ല. ഈ കാണുന്നതാണ് മന്നംപുറത്ത് കാവ്. അതിപ്രശസ്തമായ ഒരു അമ്പലമാണിത്. നമ്മളെ നീലേശ്വരം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന തന്നെ ഈ ഒരു അമ്പലം വെച്ചിട്ടെന്ന് തന്നെ പറയാം. മന്നംപുറത്ത് കാവ്. ഇതാണ് അമ്പലം. ഇവിടെ ജൂണിൽ ഒരു വലിയ ഉത്സവമുണ്ട്. ആ ഉത്സവത്തോടു കൂടി അറിയാമല്ലോ നമ്മുടെ നാട് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരമാണ്. അപ്പോൾ ഇവിടെ തെയ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള നാടാണ്. അപ്പോൾ തെയ്യങ്ങളെ കാലം അവസാനിക്കുന്നത് ഈ ഒരു അമ്പലത്തിലാണ്. ഏറ്റവും ലാസ്റ്റ് തെയ്യം ഉണ്ടാകുന്നത്. അപ്പം ഭയങ്കര ശക്തിയുള്ള ദൈവമാണ്. കാവിലമ്മയാണ് ഇവിടെയുള്ള പ്രതിഷ്ഠ. ഓക്കെ, അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണ്ട, എനിക്ക് നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അപ്പോൾ ഞാനിതാ ഇങ്ങോട്ടേക്ക് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ഞാനിതാ ഓട്ടോ കയറി. ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്, കാരണം ഭയങ്കര ശബ്ദം. ഓട്ടോ കയറി നേരെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ബാങ്ക് പോകണമായിരുന്നു, പക്ഷെ ബാങ്കിൽ പോയ കാര്യം നടന്നില്ല. കുറച്ച് ലേറ്റായ കാരണം നടന്നില്ല.
ദെൻ വീണ്ടും ഇതാണ് തളിയിൽ ക്ഷേത്രം കേട്ടോ. ഇതും ഇവിടെയുള്ള ഒരു പ്രസക്തമായ ഒരു അമ്പലമാണ്. ഇപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പം മഴയത്തെ എത്ര പ്രാന്തന്മാർക്ക് ഈ ഒരു പ്രാന്ത് ഉണ്ടെന്ന് അറിയില്ല. ഐസ്ക്രീം തിന്നാന്നുള്ളൊരു പ്രാന്ത്. ഞാൻ അതിൽ നാരങ്ങ വെള്ളം കുടിക്കണം എന്ന് വിചാരിച്ചു. എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സോഡ വെച്ച് നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പക്ഷേ അത് പിന്നെ ഇപ്പം മഴയായിരുന്നു എനിക്ക് പേടിയായി. ഇനി വെള്ളം മോശമായിട്ടാണെങ്കിൽ വല്ല ലൂസ് മോഷനായിട്ടും വന്നെങ്കിൽ എനിക്ക് പോകാനുമായി വേണ്ടാന്ന് വെച്ച് പിന്നെ ഈ ഒരു ഐസ്ക്രീം എന്താ ഇതിൻ്റെ പേര് സൺഡേ അങ്ങനെ എന്തോ അല്ലേ, ഈ ഒരു ഐസ്ക്രീം വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളെ ഈ ഒരു കുഞ്ഞു ഗ്രാമത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.